ഇതിൽ പാടിയേക്കുന്ന യുഗ്മഗാനം ഒന്ന് സാധന സർഗം, ഇത് ശ്രേയാ ഘോഷൽ. അങ്ങനെ വൻപൻ പുലികളുടെ കൂടെ പാടാറുള്ളൂ. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടിന്റെ നിറവും, ഞാൻ ചുമ്മാ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച ക്ലോസപ്പിൽ എടുത്തോ. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടിന്റെ നിറവും ആ ചുണ്ടിന്റെ നിറവും സെയിം തന്നെ. ചുണ്ടില്ലേ? ചുണ്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലേ? സാരില്ല മോനെ, സ്വന്തം ഇത് പറയണമെന്ന് കേൾക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ? പക്ഷെ ആരും കണ്ണ് അതിന് കണ്ണ് തരേണ്ട കാര്യം ചുണ്ടിനെ പറ്റി കരേണ്ട കാര്യമൊന്നുമില്ല. പോട്ടെ. അതെന്തോ പറഞ്ഞു, ഷർട്ടിനെ പറ്റി എന്തോ പറഞ്ഞല്ലോ. ഷർട്ടിനെ പറ്റി എന്തോ പറഞ്ഞു? ഈ ഷർട്ടും ആ ചുണ്ടിനും ഒരു സെയിം കളറ്. എങ്ങനെ ഇങ്ങനെ വരുന്നത്? എനിക്ക് ചുണ്ടിന് വേണ്ടി തയ്പ്പിച്ച ഒരു ഷർട്ടോ ഉണ്ടായൊരു ചുണ്ടോ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ ചുണ്ടിലൂടെ നമുക്ക് ഏത് പാട്ടാ കേൾക്കട്ടെ? അതുവരെ ഒരു ശ്രദ്ധിക്കാണ്ടിരുന്ന ആള് ചുണ്ട് മിനിറ്റിന് നനച്ചു കൊടുക്കുകയാണ്. ശരി, ഒരു ഗാനകാലം, നല്ലൊരു ശബ്ദം. അതുപോലെ തന്നെ ഇപ്പൊ അഴലിന്റെ ആഴങ്ങളിലും പിന്നെ ഈ പറഞ്ഞ കാർമുകിൽ വർണ്ണ, പിന്നെ കാർമുകിൽ വർണ്ണല്ല എന്നത്, ഇതൊക്കെ റൊമാൻറ്റിക് സോങ്സ് ആണ്. ഭയങ്കര ഫീൽ, ഭയങ്കര മനസ്സിൽ തട്ടി പാടുന്ന ഫീൽ എന്ന് പറഞ്ഞ സംഭവം ഒന്നും നമുക്ക് ഒരിക്കലും ഒരു സാറ് പഠിപ്പിച്ചു തരുന്നാലോ അല്ലെങ്കിൽ അതൊക്കെ ജന്മസിദ്ധമായി കിട്ടുന്ന കാര്യങ്ങളാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഫീലായിരുന്നു. ആദ്യമായിട്ട് അഭിനയിക്കാൻ ഈ ഡ്യുവറ്റ് സോങ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ ഫീലിന് വേണ്ടി പാടാൻ വേണ്ടി ചെയ്യും. ഏതായാലും ഈ കാർമുകിലായാലും ശരി തന്നെ, എല്ലാം 72 ഫ്രെയിംസ് ആണ്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പാടണം, എങ്കിലും ഈ സ്ലോ മോഷനിൽ ഈ സാധനം വരും. കാർമുകിൽ, ആ പാട്ട് അങ്ങനെ പാടണ്ടേ? കാർമുകിലോ അവർ സ്പീഡിൽ പാടി. അതെ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഓർത്തത് എന്തോ 72 സോറി, രണ്ട് പാട്ടുകാരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയില്ല. സോറി. അതായത് സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ 72 ഫ്രെയിംസ് കൂടുതലിട്ട് ഓടിച്ച് ഷൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പാടണം. ക്ഷമിക്കണം സഹോദരൻ, ഇതിനെപ്പറ്റി അറിവില്ലാതായി പോയത്. സോറിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര മാച്ചിങ്ങിലുമാണ്. ഏകദേശം ഒരു മാച്ചിങ് ആയിട്ടാണ് എല്ലാം മനപ്പൊരുത്തം എന്ന് പറയും. മനപ്പൊരുത്തം എന്ന് പറയാം അതിന്. അപ്പൊ ഈ ക്രൊക്കഡൈൽ ലവ് സ്റ്റോറിയിലെ ആ റൊമാൻറ്റിക് സോങ് നിങ്ങൾ ഏതൊക്കെ സ്ഥലത്തൊക്കെ പോയി ഷൂട്ട് ചെയ്തതൊക്കെ? അത് ട്രിവാൻഡ്രത്താണ്. അതാരാ പഠിക്കുന്ന പാട്ടെങ്ങനെയായിരുന്നു? ശ്രീജിത്ത്, ശ്വേതാ മോഹൻ. ഓ ശരി. ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു എന്റെ ഷൂട്ടിംഗ് ഒക്കെ. സിനിമയുടെ ഫുൾ ഷൂട്ടിംഗ് ട്രിവാൻഡ്രത്തായിരുന്നു. ഇല്ല, ഫസ്റ്റ് ഷെഡ്യൂൾ ട്രിവാൻഡ്രത്ത്, സെക്കൻഡ് ഷെഡ്യൂൾ മലമ്പുഴ. ലാലേട്ടന്റെ കൂടെ ടൂർണമെന്റ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ അതൊരു ഭയങ്കര ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും വളരെ ഫസ്റ്റ് ടൈം ആണ് ഒരു ഫുൾ ഒരു അങ്ങനത്തെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ തന്നെയായിരുന്നു, എറണാകുളത്തായിരുന്നു. പിന്നെ ഗുണ്ടൽപേട്ട്. ഗുണ്ടൽപേട്ടിൽ ഭയങ്കര ഗുണ്ടകളുടെ വിളയാട്ടമുണ്ടെന്ന് ശരിയാണോ? അങ്ങനെ ഞങ്ങൾ ഗുണ്ടകളുടെ ഒന്നും കണ്ടില്ല. ആനകളുണ്ട്, ആനകളുടെ വിളയാട്ടമുണ്ട് അവിടെ. അപ്പൊ പിന്നെ വേറെ എന്താ വിശേഷം? അടുത്ത പുതിയ എന്തെങ്കിലും പടത്തിലോട്ട് വല്ലവരും വിളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വിളിക്കാൻ വേണ്ടി എവിടെയും പ്രാർത്ഥന നേർച്ചകൾ നേർന്നിട്ടുണ്ടോ? നേർച്ചകളൊക്കെ നേരുന്നുണ്ട്. സിനിമ തന്നെയാണോ നമ്മുടെ ജീവിതം ഉറപ്പിച്ചു? എഡിറ്റിംഗ് ഒക്കെ വിട്ടു? എഡിറ്റിംഗ് ഒക്കെ അന്നേ വിട്ടു, ഓടിച്ചു വിട്ടു. അല്ല, അത് ഓടിച്ചു വിടാൻ വരട്ടെ. കാരണം ഒരു സൈഡിൽ ഒരു സേഫ് സൈഡ് നമുക്ക് എപ്പോഴും ഉള്ളത്. അതേപോലെ നിഖിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു സൈഡ് ബിസിനസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഇനി വേണം ആരംഭിക്കാൻ. അല്ല, ഓൾറെഡി പഠിച്ചെന്റെ ജോലി. ഞാൻ MBA കാരനാണ്. പിന്നെന്താ? പക്ഷെ ജോലി ചെയ്യുന്നില്ലല്ലോ. അത് ജോലി നമുക്ക് ഇതിന്റെ മനസ്സിലായോ? ഇതിന്റെ അകത്ത് നമുക്ക് രക്ഷയില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ എന്നാലും ഒരു സേഫ് സൈഡ് വല്ലതും നോക്കി വെച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നോക്കിയില്ല. ആ സാരമില്ലെന്നേ, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതേപോലെ രണ്ടുപേരും നമുക്ക് പ്രവീണ് തീർച്ചയായിട്ടും ഈ കഥ തുടരുമ്പോൾ ഈ കിഴക്കുമല എന്നുള്ള ഈ പാട്ട് വെറുതെ ആണെങ്കിൽ 4 പേര് പാടിയിട്ടുണ്ട്. നിഖിൽ ഇത്ര മനോഹരമായി പാടുമ്പോ അത് ആദ്യത്തെ 3-4 ദിവസം സെറ്റിൽ ചെയ്ത് പാടി നടക്കുകയായിരുന്നു. കാരണം ഈ കിഴക്കുമല കമ്മലിട്ട തങ്കത്താളം കണിക്കളം ഒളിത്തടം ഇങ്ങനെ ഒരു ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ലിറിക്സ് ആണ്. എങ്ങനെ പാടി തെറ്റിപ്പോയി എനിക്ക്. അപ്പൊ ഒരു കാര്യം, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു രണ്ടുപേരും അമ്മ പാടി കേട്ടതോ അല്ലെങ്കിൽ അമ്മയ്ക്ക്? ഇല്ല, ഞാനിപ്പോൾ നമ്മുടെ ക്രോക്കഡൈൽ ലവ് സ്റ്റോറിയിലാണ് ആദ്യമായിട്ട് ഒരു ഡ്യുവറ്റ് സോങ് കിട്ടുന്നത്. അത് പാടണോ വേണ്ടയോ ഇങ്ങനെ ആലോചിച്ചിരിക്കും. അരുൺ സിദ്ധാർത്ഥ് തന്നെ ഓടിച്ചിട്ടടിക്കുക. എൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. ഇല്ല അല്ല, പക്ഷെ പാടിക്കഴിഞ്ഞാൽ ആ പടത്തിന് കേൾക്കാത്തവർ കൂടി ഈ പാട്ട് കേൾക്കാൻ അവസരം. ആരോ എന്നറിയാതെ നീയും ഞാനും തമ്മിൽ പറയാതെ അരികിലാരോ വിവശമായി വെയിൽ തലോടും ഹിമകണങ്ങൾ ഞാനലിയുന്നു നിന്നിലെന്ന്